വളരെയധികം ശക്തമായിട്ടുള്ള ഒരു സെക്കൻഡറി മാർക്കറ്റാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ആ ഒരു സാന്റാക്ലോസ് റാലി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആഭ്യന്തര വിപണിക്ക് സാധിച്ചിട്ടുണ്ട്. സെക്കൻഡറി മാർക്കറ്റ് ആക്റ്റീവ് ആകുമ്പോൾ അത്രയും തന്നെ ആക്റ്റീവ് ആകുന്ന മറ്റൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രൈമറി മാർക്കറ്റാണ്. ആ ഒരു സെക്കൻഡറി മാർക്കറ്റിലെ സന്തോഷം ഒക്കെ തന്നെ മോണിറ്ററി ബെനിഫിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് കമ്പനികൾ ശ്രമിക്കുന്നുണ്ട്. സോ അത്തരത്തിൽ വളരെയധികം IPOസും ഈ ഒരു ഡിസംബർ മാസത്തിലും വിപണിയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളിൽ ലാർജ് ക്യാപ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ഒരേ ഒരു ഓഹരി മുത്തൂറ്റ് ഫിനാൻസ് ആണ്. മാർച്ചിലെ താഴ്ന്ന നിലയിൽ നിന്നും 65% റിട്ടേൺസ് നൽകാനായിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ സർവീസസ്, ഓട്ടോമോട്ടീവ്, ഹോസ്പിറ്റാലിറ്റി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ നിരവധി മേഖലകളിൽ സാന്നിധ്യമുള്ള മുത്തൂറ്റ് ഫാമിലിയിൽ നിന്ന്, അതായത് പാപ്പച്ചൻ ഗ്രൂപ്പിൽ നിന്നും വീണ്ടും ഒരു കമ്പനി മാർക്കറ്റിലേക്ക് എത്തുന്നു, മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ്. ഇന്നത്തെ മാർക്കറ്റ് ഫിനാലിയുടെ എപ്പിസോഡിൽ IPO ഡീറ്റെയിൽസ്, ഹൈലൈറ്റ്സ്, റിസ്ക് ഘടകങ്ങൾ, ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് എന്നിവ പരിശോധിക്കാം. IPO ആരംഭിക്കുന്നത് ഡിസംബർ 18 മുതൽ 20 തീയതി വരെയാണ്. 277 to 291 എന്നൊരു പ്രൈസ് ബാൻഡാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു 15,000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോട്ടിന് വേണ്ടി അപ്ലൈ ചെയ്യാം. ഒരു ലോട്ടിൽ 51 ഓഹരികളാവും ഉണ്ടാവുക. പ്രേക്ഷകരുടെ ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഏത് ബ്രോക്കറിലാണോ, അതായത് സെറോദ, ഏഞ്ചൽ വൺ, ജിയോജിത്ത് തുടങ്ങി ഏത് ബ്രോക്കർ വഴിയും IPOയിലേക്ക് റീറ്റെയിൽ നിക്ഷേപകന് അപേക്ഷിക്കാം. റീറ്റെയിൽ വിഭാഗത്തിന് വേണ്ടി 35% പോർഷനാണ് മൊത്തം IPOയുടെ മാറ്റിവെച്ചിട്ടുള്ളത്. ഭാവിയിലെ മൂലധന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് IPO എന്ന് മാനേജ്മെന്റ് അറിയിക്കുന്നു. ഇനി കമ്പനിയുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു വ്യവസായം എന്താണ് എന്നൊക്കെ ഒന്ന് അറിഞ്ഞു നോക്കാം. ലോണുകൾ നൽകുന്ന ഒരു ഫിനാൻസ് കമ്പനിയാണ് മുത്തൂറ്റ് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ലോണുകൾ നൽകുന്നത് ആർക്കാണ്? ഈ മൈക്രോ ഫിനാൻസ് വ്യവസായത്തിന്റെ ഔട്ട്ലുക്ക് എന്താണ് എന്നൊക്കെ നിക്ഷേപിക്കുന്നതിന് മുൻപായിട്ട് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് ലിമിറ്റഡ് പ്രധാനമായിട്ടും വനിതാ സംരംഭകർക്ക് മൈക്രോ ക്രെഡിറ്റ് സൗകര്യം നൽകുന്നു. അതായത് ചെറിയ തുകയുടെ ലോണുകളാണ് ഈ ഒരു കമ്പനി നൽകുന്നത്. കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 10,000 കോടി രൂപയ്ക്കും മുകളിലാണ്. 31 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് എന്ന കമ്പനിക്കുണ്ട്. 1340ഓളം ബ്രാഞ്ചുകളും ഉണ്ട്. കേരള, കർണാടക, തമിഴ്നാട് അടങ്ങുന്ന സൗത്ത് ഇന്ത്യയിൽ ശക്തമായ സാന്നിധ്യം ഉള്ളതിനോടൊപ്പം തന്നെ നോർത്ത് ഇന്ത്യൻ പ്രദേശങ്ങളിലേക്കും കമ്പനി വ്യാപിക്കുന്നുണ്ട്. കമ്പനിയുടെ മറ്റൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ മുത്തൂറ്റ് പാപ്പച്ചൻ അല്ലെങ്കിൽ ബ്ലൂ മുത്തൂറ്റ് എന്നൊരു ബ്രാൻഡ് വാല്യൂ തന്നെയാണ്. മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന് കീഴിലുള്ള എല്ലാ കമ്പനികളിലുമായി 80 ലക്ഷത്തിലധികം കസ്റ്റമേഴ്സ് ഉണ്ട്. കമ്പനിയുടെ ലിക്വിഡിറ്റി മാനേജ്മെന്റ് സിസ്റ്റം, ക്രെഡിറ്റ് റേറ്റിംഗ് എന്നിവയെല്ലാം തന്നെ ആത്മവിശ്വാസം നൽകുന്ന പാരാമീറ്റേഴ്സ് ആണ്. ഒക്ടോബർ 2022 ക്രിസിൽ കമ്പനിക്ക് A+ അല്ലെങ്കിൽ സ്റ്റേബിൾ റേറ്റിംഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മൈക്രോ ഫിനാൻസ് എന്നൊരു വ്യവസായത്തിലേക്ക് തന്നെ തിരികെ വരാം. കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും ഈ മേഖല വളരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2018 to 23 കാലയളവിൽ 21% CAGR വളർച്ച മൈക്രോ ഫിനാൻസ് മേഖല രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2025 സാമ്പത്തിക വർഷത്തിലേക്ക് 4,958 ബില്യൺ രൂപയ്ക്കുള്ള പോർട്ട്ഫോളിയോ ഉള്ള ഒരു മേഖലയായി ഇത് ഉയരുമെന്നാണ് വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. സമ്പദ് വ്യവസ്ഥ വീണ്ടും ഉണർന്നു തുടങ്ങുന്നതും ഒരു റിവൈവലിലേക്ക് കടന്നു വരുന്നതും ഗ്രാമീണ മേഖലയിലെ സാധ്യതകളും പ്രധാന ഘടകങ്ങളായി കാണാം. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനത്തിൽ മൈക്രോ ഫിനാൻസ് സൗകര്യം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. സോ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിന്റെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത് വനിതാ സംരംഭകർക്ക് മൈക്രോ ലോൺസ് നൽകുന്നതാണ് എന്ന് ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം. അതിനോടൊപ്പം തന്നെ റെഗുലേറ്ററി വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ പുതിയ നിയമ സാധ്യതകളൊക്കെ തന്നെ കമ്പനിക്ക് ഒരു മുൻതൂക്കം നൽകുന്നുണ്ട്. ഏറ്റവും അവസാനം ഏപ്രിൽ 2022 നൽകിയ പുതിയ നിയമങ്ങൾ മൈക്രോ ഫിനാൻസ് മേഖലയ്ക്ക് ഒരു ഉണർവ് നൽകിയിട്ടുണ്ടായിരുന്നു. ലെൻഡിങ്ങും അതിന്റെ അടിസ്ഥാനത്തിൽ വർദ്ധിച്ചതായിട്ട് പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു പുതിയ റെഗുലേറ്ററി ചേഞ്ചസ് അനുസരിച്ച് മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന ലോണുകളുടെ പലിശ നിരക്കിന് മേലെയുള്ള ഒരു ക്യാപ് റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. കൂടാതെ മൈക്രോ ഫിനാൻസ് ലോണുകൾ ലഭിക്കുന്നതിനുള്ള, അതായത് കസ്റ്റമേഴ്സിനുള്ള ഒരു ആനുവൽ ഇൻകം 3 ലക്ഷം രൂപ വരെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കമ്പനികളുടെ മാർക്കറ്റ് സൈസ് ഉയർത്തി, അതായത് കൂടുതൽ കസ്റ്റമേഴ്സിന് ലഭിക്കാനുള്ള മാർഗം നൽകിയിട്ടുണ്ട്. 2018 to 23 കാലയളവിൽ 21% CAGR വളർച്ച രേഖപ്പെടുത്തിയതിനോടൊപ്പം തന്നെ ഇനി മുന്നോട്ടേക്ക് 2023 to 25 കാലയളവിലും 18 to 22% CAGR വളർച്ച രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.
അതേസമയം ഇതേ കാലയളവിൽ NBFC മേഖലയിൽ നിന്നും 25 മുതൽ 30% വരെ വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. മൈക്രോ ഫിനാൻസ് മേഖലയ്ക്ക് മുന്നിലുള്ള വളർച്ചാ വീക്ഷണത്തിന് നിരവധി ഘടകങ്ങളുണ്ട്. ഉൾഗ്രാമങ്ങളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കൂടുതൽ വ്യാപിക്കുന്നതും ആവറേജ് ടിക്കറ്റ് സൈസ് അല്ലെങ്കിൽ ലോൺ എമൗണ്ട് ഉയരുന്നതും ക്രെഡിറ്റ് ബ്യൂറോ പോലുള്ള സപ്പോർട്ട് സിസ്റ്റവും ഇത്തരം ഘടകങ്ങളാണ്. ഇനി ഇത്തരം പോസിറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ തന്നെ നിലനിൽക്കെ ഏതൊരു കമ്പനിയും നേരിടുന്ന റിസ്കുകൾ അല്ലെങ്കിൽ നിക്ഷേപകൻ അറിഞ്ഞിരിക്കേണ്ട റിസ്ക് ഘടകങ്ങൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. മൈക്രോ ഫിനാൻസ് കമ്പനികൾ സേവനങ്ങൾ നൽകുന്ന കസ്റ്റമേഴ്സിന്റെ ഒരു പൊതു സ്വഭാവം തന്നെ ഒരു റിസ്ക് ഘടകമാണ്. അതായത് ചെറിയ വരുമാനമുള്ള ഒരു ജനത ആയതുകൊണ്ട് തന്നെ കിട്ടാക്കടങ്ങൾ വർദ്ധിക്കാനുള്ള, കമ്പനിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കിട്ടാക്കടങ്ങൾ വർദ്ധിക്കാനുള്ള സാധ്യതയും ഉയരും. അങ്ങനെയെങ്കിൽ കടം എഴുതിത്തള്ളൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം, പ്രൊവിഷൻസ് ഉയർത്തേണ്ടി വന്നേക്കാം. ഇതൊക്കെ തന്നെ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ബിസിനസിനെ ബാധിക്കാം. രണ്ടാമതായി കേന്ദ്ര ബാങ്കിന്റെ കീഴിലുള്ള, അതായത് RBIയുടെ കീഴിൽ തന്നെയാണ് മൈക്രോ ഫിനാൻസ് കമ്പനികളും പ്രവർത്തിക്കുന്നത്. അതിനാൽ രാജ്യത്തെ പലിശ നിരക്ക്, അത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഇവയൊക്കെ കമ്പനിയെ ബാധിക്കാം, പ്രതികൂലമായും അനുകൂലമായും ബാധിക്കാം. ഒപ്പം നിയന്ത്രണ ഏജൻസികൾ, അതായത് ED അടക്കമുള്ളവയുടെ നടപടികൾ, ഫിനാൻസിംഗ് ക്രമീകരണങ്ങൾക്ക് മേലെയുള്ള നിയന്ത്രണങ്ങൾ ഇവയൊക്കെ തന്നെ കമ്പനിയുടെ റിസ്ക് ഘടകങ്ങളാണ്. ഇനി കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്കാണ് കടക്കേണ്ടത്. അതിനായിട്ട് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ്, അസറ്റ് ക്വാളിറ്റി, ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സ് എന്നിവയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായിട്ട് കമ്പനിയുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് പലിശ വരുമാനമാണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഇൻകം ആണ്. കഴിഞ്ഞ 2023 ആദ്യ പകുതിയിൽ 562 കോടി രൂപയെ രേഖപ്പെടുത്തിയതിൽ നിന്നും ഈ ഒരു 2024 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 913 കോടി രൂപയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതർ ഇൻകം വിഭാഗവും ശക്തമായ ഒരു ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തിയത്. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 52 കോടി രൂപ എന്നൊരു വരുമാനത്തിൽ നിന്നും 133 കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഇനി ബോട്ടം ലൈൻ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലേക്ക് നോക്കുകയാണെങ്കിലും 12 കോടി രൂപയായിരുന്നു കഴിഞ്ഞ ഒരു ആദ്യ പാതിയിൽ ഉണ്ടായിരുന്ന ലാഭമെങ്കിൽ ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിലേക്ക് ലാഭം 205 കോടി രൂപയായിട്ട്, അതായത് 13 കോടി രൂപയുടെ ലാഭത്തിൽ നിന്നും ഈ ഒരു വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 205 കോടി രൂപയിലേക്കാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഉയർന്നിട്ടുള്ളത്. ഇനി ഏർണിംഗ് പെർ ഷെയർ നോക്കുകയാണെങ്കിലും ശക്തമായ ഒരു വളർച്ച രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ അനാലിസിസുകളൊക്കെ തന്നെ കമ്പനിയുടെ IPO ഡീറ്റെയിൽസിനെ കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത് എന്ന് എപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കണം. ഇനി റിട്ടേൺ ഓൺ അസറ്റ് നോക്കുകയാണെങ്കിൽ 0.2% ആയിരുന്നു, 0.2% ആയിരുന്നു കഴിഞ്ഞ ആദ്യ പകുതിയിലേതെങ്കിൽ ഈ ഒരു ആദ്യ പകുതിയിലേക്ക് കടന്നു വരുമ്പോൾ റിട്ടേൺ അസറ്റ് 2.2%. റിട്ടേൺ ഓൺ ഈക്വിറ്റി ഈ ഒരു വർഷത്തിന്റെ ആദ്യ പകുതിയിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 11.8% ആണ്. ഇനി അടുത്തതായിട്ട് കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഡീറ്റെയിൽസിലേക്ക് നോക്കാം. 2023 സാമ്പത്തിക വർഷത്തിൽ മൊത്തം 9,208 കോടി രൂപയായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ തന്നെ 10,000 കോടി രൂപയ്ക്ക് മുകളിലേക്ക് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് എത്തിച്ചേർക്കാനായിട്ട് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിന് സാധിച്ചിട്ടുണ്ട്. കമ്പനിയുടെ AUM ഗ്രോത്ത് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആദ്യ പകുതിയിൽ 55.5%, ഈ ഒരു നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പകുതിയിൽ 45.9%. ഏറ്റവും അവസാനം ഒരു മൈക്രോ ഫിനാൻസ് കമ്പനി എന്ന നിലയിൽ പഠിച്ചിരിക്കേണ്ടത് കമ്പനിയുടെ NPA അടക്കമുള്ള, കിട്ടാക്കടം അടക്കമുള്ള ഘടകങ്ങളാണ്. കിട്ടക്കടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ 2023 ആദ്യ പകുതിയിൽ നിന്നും ഗണ്യമായ രീതിയിലേക്ക് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഗ്രോസ് NPA 2023 ഫസ്റ്റ് ഹാഫിൽ 3.3% ആയിരുന്നു. ഈ ഒരു രണ്ടാം പകുതിയിൽ 2.4% ആയിട്ട് കുറച്ചു കൊണ്ടുവരാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ ചുരുക്കത്തിൽ ഗ്രാമീണ സാമ്പത്തിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിൽ ഗവൺമെന്റ് നൽകുന്ന ശ്രദ്ധ മൈക്രോ ഫിനാൻസ് മേഖലയെയും ശക്തിപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഈ ഫൈനാൻഷ്യൽ പാരാമീറ്റേഴ്സിൽ നിന്നും പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. ശക്തമായ ക്രെഡിറ്റ് ഡിമാൻഡ് ഉയരുന്നതിന് ഇത്തരം ഗവൺമെന്റിന്റെ നീക്കങ്ങൾ സഹായിക്കും. നിലവിലെ ഫൈനാൻഷ്യൽ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ 291 രൂപ എന്ന IPOയുടെ അപ്പർ പ്രൈസിൽ സംസാരിക്കുകയാണെങ്കിൽ 1.9 ടൈംസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിന്റെ പിയർ കമ്പനികളായി പരിഗണിക്കേണ്ടത് ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ, ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് എന്നിവയാണ്. ഇവയുടെ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഒന്ന് പരിശോധിച്ച് നോക്കാം. ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീണിന്റെ 4.8 ടൈംസ് ആയിട്ടും ഫ്യൂഷൻ മൈക്രോ ഫിനാൻസിന്റെ 2.2 ടൈംസ് ആയിട്ടുമാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി മറ്റു കമ്പനികളുമായിട്ടും ഇവയുടെ ഒന്ന് പെട്ടെന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ക്രെഡിറ്റ് ആക്സിസ് ഗ്രാമീൺ, ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് എന്നിവയൊക്കെ തന്നെ ഏറ്റവും പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ സാധിക്കുന്ന പിയർ കമ്പനീസ് ആണ്.
അതിനോടൊപ്പം തന്നെ ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിവയും പരിഗണിക്കാവുന്നതാണ്. സ്പന്ദന, സ്ഫൂർത്തി, സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവയൊക്കെ തന്നെ ഒരു മൈക്രോ ഫിനാൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. ഇവയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ ആണ്. അതായത് നൽകുന്ന പലിശയിൽ നിന്നും ലഭിക്കുന്ന പലിശ വരുമാനം തമ്മിലുള്ള വ്യത്യാസമാണ് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പരിഗണിക്കുകയാണെങ്കിൽ മുത്തൂറ്റ് മൈക്രോ ഫിനാൻസിന്റെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 12.0%. ഇക്വിറ്റ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് 8.2%, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ 9.5%, ക്രെഡിറ്റ് ആക്സസ് ഗ്രാമീൺ, ഫ്യൂഷൻ മൈക്രോ ഫിനാൻസ് എന്നിവയുടെ 11.5%. അതായത് മൊത്തം താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അധികം ഒരു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ രേഖപ്പെടുത്താനായിട്ട് മുത്തൂറ്റ് മൈക്രോ ഫിനാൻസ് എന്നൊരു കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്ക് നൽകാനുള്ള ഒരു ഫൈനാൻഷ്യൽ അനാലിസിസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൈമറി മാർക്കറ്റ് മികച്ച റിട്ടേൺസ് നിക്ഷേപകർക്ക് ഈ ഒരു വർഷവും നൽകുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ എല്ലായ്പ്പോഴും നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കേണ്ടത് സ്വന്തം റിസ്ക് അനാലിസിസ് നടത്തിയതിനു ശേഷം മാത്രമാവണം. ഈ ഒരു വീഡിയോ പഠന ആവശ്യത്തിന് വേണ്ടി മാത്രം സ്വീകരിക്കുക.